അടുത്ത മൂവി വന്നിരിക്കുന്നത് ആമിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം പടം വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു മൊമെന്റ് ഇത്ര ദിവസം എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയുണ്ട് തിയേറ്റർ റെസ്പോൺസ് കാണുന്നത്? നല്ല റെസ്പോൺസാണ്, മൊത്തത്തില് പൊതുവെ നല്ല റെസ്പോൺസാണ്. മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ ഇങ്ങനെ എത്തിക്കണമെന്ന് കരുതിയിരുന്ന ഒരു മൊമെന്റ്സ് ഒക്കെ അങ്ങനെ തന്നെ ഉറപ്പായിട്ടും. അതിപ്പോൾ നമ്മൾ ലിജോ ചെയ്യുമ്പോൾ അത് നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ചെയ്യും. അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാത്തരം എഴുത്തല്ല, ആ ചെയ്ത്താണ് മുൻപിൽ നിൽക്കണത്. നോക്കാം, നമുക്ക് നമുക്ക് സിനിമയല്ലേ, പ്രവചിക്കാൻ പറ്റില്ലല്ലോ. നോക്കാം. സിനിമ ഇപ്പോൾ പുതിയ പിന്നെ ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ക്ഷമയോടെ ഇരുന്ന് കാണുന്നു എന്നുള്ളത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ഫ്രെയിം വെക്കുമ്പോഴും ഓരോ ഷോട്ട് വരുമ്പോഴൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തും അധ്വാനിച്ചൊക്കെ ചെയ്യണമല്ല. അതിപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവൂലേ, അതാണ്. ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാനൊക്കെ ഉറങ്ങിയിട്ട് 2 ദിവസമായി. ഓക്കെ, ഉറപ്പായിട്ടും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. നമ്മളൊരു അത്രയധികം ക്രൂ അത്രയും സമയമെടുത്ത് ദിവസങ്ങളെടുത്ത് ചെയ്ത സിനിമയല്ലേ, അത്ര അധ്വാനം ഇതിന്റെ പിറകിലുണ്ട്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും, എനിക്ക് മാത്രമല്ല ഓരോ ആളുകൾക്കും ടെൻഷൻ ഉണ്ടാവും. പടം ആൾക്കാർ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ബേസിക് തോട്ട് എന്ന് വെച്ചാൽ ലിജോയുടെ ഇതിന്റെ ഒരു പരിപാടിയൊക്കെയാണ്. എഴുത്ത് മാത്രമാണ് എൻ്റെ. നമ്മളൊരു പ്രൊജക്റ്റിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലാലേട്ടൻ്റെ ഒരു ഡേറ്റ് ഒക്കെ വന്ന് അങ്ങനെ പെട്ടെന്നൊരു സിനിമ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മളത് എഴുതുന്നു, പെട്ടെന്നുണ്ടായതാണ് സിനിമ. കാണാനുള്ള കുറച്ച് പ്രേക്ഷകരുണ്ട്. കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇത് ഇങ്ങനൊരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മീൻസ് ഇത്ര എഫർട്ട് എടുത്തിട്ടുള്ളൊരു പടം ഇതിനു മുമ്പ് മലയാളത്തിൽ വന്നിട്ടില്ല. അത് ക്ഷമയോടെ കാണുക. ഒരു കവിത പോലെ ആസ്വദിക്കാവുന്ന സാധനം. പലപ്പോഴും അതിൻ്റെ ഫ്രെയിംസും ഓരോ ഷോട്ടിൻ്റെ ഭംഗിയും ഒക്കെ അത് ക്ഷമയോടെ കാണുക എന്നുള്ളതാണ്.